ഇന്ന് സിമ്പിളായിട്ടൊരു സലാഡാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ കഴിച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഡ്രസ്സിങ്ങിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗട്ട് എടുക്കുന്നുണ്ട്. പിന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഞാൻ ആപ്പിൾ സിഡർ വിനീഗറാണ് ചേർക്കുന്നത്. ചെറുനാരങ്ങ നീര് ചേർത്താലും മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ദിൽ ലീവ്സ് ഉണ്ട്. ഇത് ഫ്രഷ് വാങ്ങാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈഡ് ആയിട്ടുള്ളത് വാങ്ങാനും കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ ഒരു ഇലയാണ് ഇതിനകത്തേക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു രുചി നൽകുന്നത് കേട്ടോ. മുൻപ് ഞാൻ ഈ ഇല മാത്രം ഇട്ടിട്ട് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല. പക്ഷേ ഇപ്പോൾ കുഞ്ഞുള്ളി കൂടി ചേർത്ത് കൊടുത്തപ്പോഴാണിത് ടേസ്റ്റായിട്ട് തോന്നിയത്. ഇത് ഞാനൊരു റീലിനകത്ത് കണ്ടതാണ്. ജപ്പാൻകാരുടെ ഒരു സലാഡ് റെസിപ്പിയാണ് ഇത് കേട്ടോ. ഇനി ഇത് ഡ്രസ്സിങ്ങിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് നമ്മൾ കുക്കുംബർ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെടുക്കുന്ന വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കഴിക്കാൻ നേരം ചേർത്താൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തിക്നെസ് നഷ്ടമായിട്ട് ഒന്ന് ലൂസായി പോകും കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി വന്നപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഓയിലും വിനാഗിരിയും എല്ലാം കൂടെ തൈരൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ഉപ്പോ കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ജപ്പാൻകാരുടെ സലാഡിലേക്ക് കുക്കുംബർ മാത്രമാണ് കേട്ടോ കണ്ടത്. അപ്പോൾ കുക്കുംബർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. പരമാവധി കട്ടി കുറച്ചിട്ട് അരിഞ്ഞെടുക്കാം. ഇത് കുക്കുംബറൊക്കെ അരിയുന്നൊരു സ്ലൈസർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ കണ്ട വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കത്തി കൊണ്ട് പരമാവധി ചെറുതാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങളെടുത്ത ആ ഒരു എക്യുപ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് ജർമ്മൻ കാട്ട കോർക്കൻ സലാഡ് അങ്ങനെയാണ്. പ്രൊനൗൺസിയേഷനൊന്നും അത്ര പെർഫെക്റ്റ് ആവില്ല, എന്നാലും ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് അരിഞ്ഞെടുത്തതിനെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുക്കാം. കഴിക്കാൻ നേരം മിക്സ് ചെയ്താൽ മതി. ഗ്രില്ലഡ് ഐറ്റംസിൻ്റെ കൂടെയോ ഫ്രൈ ചെയ്തതിൻ്റെ കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കാട്ടെ. ഇനിയിപ്പോൾ വെറുതെ വിശക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ദിൽ ലീവ്സ് ഡ്രൈഡ് ആയിട്ടുള്ളത് നാട്ടിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടാവും. എന്തായാലും ഓൺലൈനിലും വാങ്ങാൻ കിട്ടുന്നുണ്ടാവും. അപ്പോൾ കഴിച്ച് നോക്കി, അടിപൊളിയായിരുന്നു. എന്തുകൊണ്ടാണ് ഫസ്റ്റ് എനിക്കത് ഇഷ്ടമാവാഞ്ഞതെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി ഉള്ളത് കൊണ്ടോ ഇനിയിപ്പോൾ ഈ ഒരു ഡ്രസ്സിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ടോ എന്തോ ഇപ്പം എനിക്കത് കഴിച്ചിട്ട് നല്ല ഇഷ്ടമായി. ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.